ഹലോ ഗൈഡ്സ്. ഇന്ന് നല്ല ചായക്കടയിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിലുള്ള പരിപ്പ് വടയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. അതിന് പീസ് പരിപ്പ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും കിട്ടുന്നതാണ്. വടപരിപ്പ് എന്നും പറയാം. അതുകൊണ്ടാണ് ഞാനിന്ന് വട ഉണ്ടാക്കുന്നത്. അതൊരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി കഴുകി നമുക്കിതൊന്ന് കുതിർത്ത് വെക്കണം. ഒരു 3-4 മണിക്കൂർ ഇത് നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കണം. അതിന് ശേഷം നമുക്കത് വെള്ളം നന്നായി അരിപ്പ കൊണ്ട് വാർത്ത് നമുക്കത് വെള്ളമൊക്കെ നന്നായി വാർത്തെടുക്കണം. ഒരു 4 മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് കുതിരണം. ഇനി നമുക്കത് മിക്സി ജാറിലിട്ട് കുറച്ച് ഉണക്കമുളകും ഉപ്പും ഇട്ട് നന്നായിട്ട് പകുതി അടിച്ചെടുക്കാം. ബാക്കി പകുതിയും കൂടി നമുക്ക് അത് വേറൊരു അടുത്ത പ്രാവശ്യം അടിച്ചെടുക്കാം. ആദ്യം അടിച്ചത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ട്രിപ്പ് അടിക്കുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം, വലിയ ജീരകം. അതും കൂടി ഇട്ട് അടിച്ചതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി 2 അല്ലി മാത്രം ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം പൊടിയാക്കി അരിഞ്ഞത്, കരിവേപ്പിലയും അതേപോലെ പൊടിയാക്കി അരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പൊടിയാക്കി അരിഞ്ഞത്, ഒരു വലിയ നീളമുള്ള പച്ചമുളക് പൊടിയാക്കി അരിഞ്ഞത്, ഒരു വലിയ സവാളയുടെ പകുതി പൊടിയാക്കി അരിഞ്ഞത്. ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കായപ്പൊടി വേണ്ടവർക്ക് അത് ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഒരു ക്രിസ്മസ് കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ അരിപ്പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഇതുപോലെ ഉരുളകളാക്കി എടുത്ത് വെച്ചാൽ നമുക്ക് വട ചുടാൻ എളുപ്പമായിരിക്കും. ഇനി തിളച്ച എണ്ണയിലേക്ക് ഇതുപോലെ വട തട്ടി നമുക്ക് ഇട്ട് ചുട്ടെടുക്കാം. നല്ല മഴയുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ടേസ്റ്റിയായ വട ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് എല്ലാ വടയും ഇവിടെ റെഡിയായി. ഇനി ഇതേമാതിരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.